മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ബജറ്റിനെതിരെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 4 പഞ്ചായത്തുകളിലെ റോഡുകൾ തകർന്നു കിടക്കുമ്പോൾ 2 റോഡുകൾക്ക് മാത്രമാണ് ചെറിയ തുക വകയിരുത്തിയതെന്നും തിരുനെല്ലൂർ ഗ്രൗണ്ടിൽ ഡെസ്റ്റിനേഷൻ ചലഞ്ചിനായി 1 കോടിയിലധികം രൂപ വകയിരുത്തുന്നത് ബ്ലോക്കിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഡെസ്റ്റിനേഷൻ ചലഞ്ചിന് തുക വകയിരുത്തുമ്പോൾ ബ്ലോക്കിലെ വിവിധ റോഡുകളുടെ നവീകരണത്തിന് യാതൊന്നും വകയിരുത്തുന്നില്ല എന്നത് ഖേദകരമാണെന്നും അംഗങ്ങൾ പറഞ്ഞു. ഒ.ജെ. ഷാജൻ, ഗ്രേസി ജേക്കബ്, ഷെരീഫ് ചിറക്കൽ, മിനി ലിയോ എന്നിവരാണ് പ്രതിഷേധിച്ചത്. 2 റോഡുകൾക്കാണ് ഫണ്ട് വകവെച്ചിട്ടുള്ളത്. അത് പാവർട്ടിയിലെ കുമാരനാശാൻ റോഡിനും വെങ്കട പഞ്ചായത്തിലെ കാര്യാട്ട് റോഡിനുമാണ് ഫണ്ട് വകവെച്ചതായി കാണുന്നത്. പക്ഷേ ഇവിടെ ഈ ഘടക സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള വിവിധ ഓഫീസുകളുടെ നവീകരണത്തിന് 60 ലക്ഷത്തോളം രൂപ ചെലവഴിക്കുന്ന ഒരു സാഹചര്യം നിർദ്ദേശം അതിലുണ്ട്. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന പേരിൽ തിരുനെല്ലൂർ പൂവത്തൂർ റോഡിൻ്റെ കുമ്പള്ളി കനാലിന് പരിസരത്തുള്ള ഗ്രൗണ്ടിലെ വലിയൊരു തുക ഏതാണ്ട് 1,40 ലക്ഷത്തോളം രൂപ വരുന്ന തരത്തിലുള്ള ഫണ്ട് ചെലവഴിക്കുന്നതിനുള്ള നിർദ്ദേശവും അതിൽ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള വിവിധ റോഡുകളായാലും അവിടുത്തെ നിലവിലെ ഭൗതിക സാഹചര്യങ്ങൾ പലതും തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ അതിനൊന്നും ഫണ്ട് വയ്ക്കാതെ അതിലേക്ക് പോകാതെ ഈ ഡെസ്റ്റിനേഷൻ ചാലഞ്ചിന് 1.5 കോടിയോളം രൂപ ചെലവ് വകവയ്ക്കുന്നത് കൃത്യമായും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായ നടപടിയായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്.